ഇന്ന് ലോക സംഗീത ദിനം കൂടിയാണ്. ഇന്ന് നമ്മൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എല്ലാവരും പാട്ടുകാരായ ഒരു പാട്ടുഗ്രാമത്തിലേക്കാണ്. വെറുതെ അങ്ങനെ കയറി അങ്ങ് പാട്ടുഗ്രാമമായതല്ല. ഏത് വീട്ടിലും ഒരാളെങ്കിലും സ്വരശുദ്ധിയോടെ പാടും. അതാണ് അവിടുത്തെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. ഈ ഗ്രാമത്തിൻ്റെ നൈർമല്യത്തിലേക്കും അതിൻ്റെ സവിശേഷതയിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിഖിൽ പ്രമേഷാണ്. ഇതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലം പാട്ടുഗ്രാമമായി അറിയപ്പെടുന്നത്. സല 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 രട്ടേ കിളവി തക 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 രട്ടേ കിളവി ഉണ്ടല്ലോ, തമിഴിൽ ഉണ്ടല്ലോ. ഒരു ഗ്രാമത്തിലെ 65ഓളം വീടുകൾ, അവിടെ 100-ലധികം കലാകാരന്മാർ, മിക്കവരും നല്ല അസൽ ഗായകർ. ആ ഗ്രാമത്തിന് നഗരസഭ ഒരു അംഗീകാരം നൽകി, പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചു. അവിടെയാണ് നമ്മളുള്ളത്, വാൽമുട്ടി ഗ്രാമത്തിൽ. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. പുലരാൻ തുടങ്ങൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, ഒരു കുഞ്ഞു കാറ്റിലണയാതെ നിൻ തിരുനാളമെന്നും കാത്തിടാം, തിരുനാളമെന്നും കാത്തിടാം. പാട്ടുഗ്രാമത്തിൽ പ്രായവ്യത്യാസങ്ങളില്ല. സംസാരിച്ചു തുടങ്ങിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവർ വരെ ഏറ്റവും മനോഹരമായി പാട്ടുകൾ പാടും. ഇവിടെയുള്ള എല്ലാ കുട്ടികൾ മുതൽ വയസ്സായ മുതിർന്നവർ വരെ എല്ലാവരും നന്നായി പാടും. ഞങ്ങളുടെ കാരണവന്മാർ തുടികൊട്ടി പാടുന്ന പാട്ട്, തൊഴിലുണർത്ത പാട്ട് വീടുകൾ തോറും ചെന്ന് പാടാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ അമ്പലത്തിൽ നവരാത്രി പൂജ, ആ 9 ദിവസവും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വൈകുന്നേരം ആകുമ്പോൾ പൂജ കഴിഞ്ഞ് ഭജന നടത്താറുണ്ട്. പ്രാണമും നീ വനി ഗാനമേ നീധനി, പ്രാണമേ ഗാനമണി, മൗന വിചക്ഷണ ധ്യാന വിലക്ഷണ രാഗമേ യോഗമണി. നിത്യം ചിത്തസ്ഥിതമേ പവനപുരപദേ, കൃഷ്ണ കാരുണ്യ സിന്ധോ, കൃഷ്ണ കാരുണ്യ സിന്ധോ. ഇത്രയധികം കലാകാരന്മാരുള്ള ഗ്രാമത്തെ അംഗീകരിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഈ ഗ്രാമത്തെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ പാട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ അത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളത്, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗാനമേളകളും മറ്റ് ബാൻഡും ഒക്കെ രൂപീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാട്ടുപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ വാങ്ങി നൽകുക, പിന്നെ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ സംഗീതമൊക്കെ പാട്ട് ഒക്കെ കേൾക്കാനുള്ള അവസരം നൽകുക. കൃഷ്ണ നീ വേഗനേ ബാരോ ബാരോ ബാരോ, കൃഷ്ണ നീ വേഗനേ. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിലു വിണ്ണിന്റെ വരദാനമേ. ഈ പാട്ടുഗ്രാമത്തിൽ എത്തിയപ്പോൾ അറിയാതെ പാടിപ്പോയതാണ്. സത്യത്തിലൊരു അത്ഭുതമാണ് ഈ ഗ്രാമം. കേരളത്തിലൊരു പക്ഷേ ഇങ്ങനെ മറ്റൊരു ഗ്രാമം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഒരുപാട് ഗായകർ ഇനി ഇവിടെ നിന്നുണ്ടാകട്ടെ, അവരെല്ലാം ലോകമറിയപ്പെടുന്ന കലാകാരന്മാരായി മാറുകയും ചെയ്യട്ടെ. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ഇപ്പം നമ്മുടെ റിപ്പോർട്ടേഴ്സിനോട് പ്രേക്ഷകർക്ക് ഒരു ബഹുമാനം തോന്നിയില്ലേ? അവർക്ക് പറയാൻ മാത്രമല്ല പാടാനും അറിയാവുന്ന, അവർ എവിടെ ചെന്നാലും അവരതുപോലെയാണ്. അപ്പോൾ താങ്ക് യു നിഖിൽ പ്രമേഷ്, നല്ലൊരു സ്റ്റോറി ആയിരുന്നു അത്.